ഹായ്, എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കിയാൽ കേട്ടോ. അതായത് നമ്മുടെ ഗൗതമിനെ കൊല്ലാൻ ശ്രമിക്കണ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഡിന്നറിൻ്റെ സമയമായപ്പോൾ എല്ലാവരും അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ സാബുവിൻ്റെ കിങ്കരന്മാരുണ്ട് കൂടെ. അപ്പോൾ അങ്ങനെ എല്ലാവരും വന്ന് ലൈനിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗൗതമിൻ്റെ പിന്നിലായിട്ടാണ് ഇവർ 3 പേര് നിൽക്കണേ. അപ്പോൾ ഗൗതം ഇതൊന്നും ശ്രദ്ധിക്കാതെ നിൽക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തരിങ്ങനെ വരിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ സാബു മുമ്പിലെ രണ്ടാൾക്കാരോട് ഇങ്ങനെ തട്ടിയിട്ട് കണ്ണോട് കാണിച്ചു കേട്ടോ. ഇവർ പറഞ്ഞ പോലെ ചെന്ന് ഫ്യൂസ് വരണമല്ലോ. അപ്പോൾ രണ്ടുപേരും പോയി. അപ്പോൾ സാബു അറിയാത്ത പോലെ ഇങ്ങനെ ഗൗതമിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നീങ്ങി നിന്നു കേട്ടോ. അപ്പോൾ കയ്യിലൊരു കയറുണ്ട്. അങ്ങനെ ഇവർ 2 പേരും കൂടി പോയിട്ട് അവിടെ നിന്ന് തപ്പാണ്. കുറേ ഫ്യൂസും ഇതൊക്കെ കാണാണ്ട് കേട്ടോ. അപ്പോൾ സാബുവാണ് ഇവിടെ ആകെ ഇതായിട്ട് നിൽക്കുകയാണ്. ഇവർ എന്താ പോയിട്ട് ഓഫ് ചെയ്യാത്തതെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അവർ പരസ്പരം ചോദിക്കുന്നത് ഇപ്പോൾ ഏതാ ഓഫ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഇതാവും എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം അവർ ഓഫ് ചെയ്തു. അത് തന്നെയായിരുന്നു. അപ്പോൾ കറണ്ടൊക്കെ പോയിട്ടോ. അങ്ങനെ കറണ്ട് പോയതും ബാക്കി ക്യൂവിൽ നിന്നവരൊക്കെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഓടാൻ തുടങ്ങിയിട്ടോ. ഈ സമയത്ത് സാബു മെല്ലെ ഗൗതമിൻ്റെ പിന്നിൽ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ കഴുത്തിൽ കയറിട്ട് മുറുക്കി വലിഞ്ഞു. അപ്പോൾ ഗൗതം ഇങ്ങനെ ആകെ ശ്വാസം മുട്ടി വലിക്കുന്നത് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ കറണ്ട് പോയ സമയത്ത് 2 പോലീസുകാർ ഇത് നോക്കാനായിട്ട് വരുന്നുണ്ട്. അവർ ഈ മെയിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും സാബുവിൻ്റെ ചിങ്കിടികളൊന്നും അറിയാത്ത പോലെ അവിടെ മറ്റുള്ളവരുടെ അടുത്ത് പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഗൗതം മാക്സിമം അങ്ങനെ കഴുത്ത് കയറിങ്ങനെ പിടിച്ച് വലിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സാബു വിടണില്ല കേട്ടോ. അങ്ങനെ വന്ന പോലീസുകാർ വന്ന് ഇവിടെയൊക്കെ നോക്കിയപ്പോൾ മെയിൻ ഓഫായിട്ട് കിടക്കണം കണ്ടു. അപ്പോൾ അവരത് കറക്റ്റാക്കി. അങ്ങനെ കറണ്ട് വന്നു കേട്ടോ. ആ ശ്വാസത്തിൽ നിൽക്കുന്ന സമയത്ത് ആൾക്കാരൊക്കെ ഇത് ചൂണ്ടി കാണിക്കും. ഇത് നോക്ക്, ഇതൊരാളവിടെ കിടക്കണമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പം നമ്മുടെ സാബുവിൻ്റെ ചിങ്കിടികൾ വിചാരിച്ചു ഗൗതമിനെ തീർത്തിട്ടിരിക്കുകയാണെന്നുള്ളത് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി വേഗം അങ്ങോട്ട് ഓടിച്ചെന്ന് നോക്കിയപ്പോഴോ കിടക്കണത് സാബുവാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ സാബുവിന് ചിങ്കിടികൾ ഞെട്ടിയേ ഇതെന്തപ്പോൾ ഇങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചിട്ട്. അപ്പം നമ്മുടെ ഗൗതമാണെങ്കിലോ ഒന്നും അറിയാത്ത പോലെ സൈഡിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സത്യത്തിൽ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൗതമിൻ്റെ കഴുത്തിൽ കയറിട്ട് വലിച്ച് 2 പേരും നീങ്ങി വലിയും പിടിയൊക്കെ ആയിട്ട് എത്തി. അവസാനം ഗൗതമൻ തല കൊണ്ട് ഒറ്റയടി ഇടിച്ചു. അപ്പോൾ സാബു പെട്ടെന്ന് പിടുത്തം വിട്ടു കേട്ടോ. പിന്നെ ഗൗതമിൻ്റെ കൂടായിരുന്നു തിരിച്ച് കയറിട്ട് കുരുക്കി വീഴ്ത്തിയിട്ടു കേട്ടോ. എന്നിട്ട് ഗൗതം പറയുന്നുണ്ട് കേട്ടോ, നീ എന്നെ കൊല്ലാനാണോ നോക്കണത്? നിന്നെ വേണമെങ്കിൽ എനിക്ക് ഇപ്പോൾ ഇവിടെ ഇട്ട് തീർക്കായിരുന്നു, പക്ഷേ പോയി രക്ഷപ്പെടുമെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോകണമെന്ന് കേട്ടോ. അപ്പോഴേക്കും മറ്റുള്ള പോലീസുകാരെ ഓടി വന്നിട്ട് ഇതെന്താ പറ്റിയത്? കയറ് കഴുത്തിലുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം ഒന്നും അറിയാത്ത പോലെ പറയുന്നുണ്ട് കേട്ടോ. എന്താ സാർ, ഇവൻ വന്നപ്പോൾ തൊട്ട് ഭയങ്കര സങ്കടത്തിലായിരുന്നു. എന്നെ ജയിലിലിട്ടില്ലേ, ഇനിയിപ്പോൾ എൻ്റെ മാനൊക്കെ പോയി ഞാൻ എങ്ങനെ ഇനി പുറത്തിറങ്ങി ജീവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തിലായിരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു തെറ്റായ തീരുമാനം എടുക്കാൻ കാരണം. ഇവന് വലിയ പേര് മാത്രമേ ഉള്ളൂ, ഒട്ടും ധൈര്യമില്ല. ഇതാ കണ്ടില്ലേ, ശരിക്കും തൂങ്ങാൻ പോലും അറിയില്ല, അതുപോലും പൊട്ടി വീണു. അപ്പോൾ പോലീസുകാരും മറ്റുള്ളവരോട് പറയണ്ട കേട്ടോ, ആ കഴുത്തിൽ കയറഴിച്ച് മാറ്റിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ കഴിച്ച് മാറ്റി നമ്മുടെ സാബുവിൻ്റെ മുഖത്ത് വെള്ളമൊക്കെ തളിക്കുന്നു കേട്ടോ. അപ്പോൾ ഗൗതം ഒന്നും അറിയാത്ത പോലെ ചോദിക്കണ്ട കേട്ടോ, എന്ത് പറ്റി സാബു, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്തായാലും ജീവൻ പോയില്ലല്ലോ, ഇനിമേലെ എങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ സാബു ഒന്നും മിണ്ടാതെ നിൽക്കണം കേട്ടോ. അപ്പോൾ പോലീസുകാരന്മാർ പറയണം, നിനക്ക് എന്താ ചാവാൻ വേണ്ടിയിട്ട് ഈ ജയിലിൽ മാത്രമേ പറ്റിയുള്ളൂ? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഗതി എന്തായിരുന്നു? ആത്മഹത്യക്ക് ശ്രമിക്കേണ്ടത് കുറ്റാണ്, അതിന് മാത്രമായിട്ട് നിനക്ക് 6 മാസം ശിക്ഷ കിട്ടേണ്ടതാ. അപ്പോൾ സാബു പറഞ്ഞിട്ടില്ലേ സാർ, ഞാനിനി ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, അയാളെ കൂട്ടിക്കൊണ്ടുപോ, എന്നിട്ട് ഡോക്ടറെ വിളിക്കുക പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സാബുവിനെ തൂക്കി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മുടെ ഗൗതം രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും വരാം. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുതേ.